പ്രിയപ്പെട്ട ജോട്ട, അവർ തോറ്റുപോയിരിക്കുന്നു. നിനക്ക് വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി വിശ്വവേദിയിൽ ആ കനകിരീടമുയർത്താൻ ജീവൻ കൊടുത്ത് പോരാടുമെന്ന് കരുതിയവർ ഒടുവിൽ നിരാശയോടെ തല താഴ്ത്തി മടങ്ങിയിരിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡുമായി വിശ്വവേദിയിൽ പന്ത് തട്ടാനെത്തിയ പോർച്ചുഗൽ പലപ്പോഴും കളം മറന്നാണ് കളിച്ചത്. ബ്രൂണോ ഫെർണാണ്ടസും വിറ്റിൻഹയും ജോവോ കൺസ്ലോയും ഒക്കെ ആ പഴയ താളം കണ്ടെത്താനാകതിൽ ഉഴറി. ടൂർണമെന്റിലെ ഏറ്റവും ദുർബലരായ ഉസ്ബെക്കിസ്ഥാനോട് മാത്രമാണ് അവർക്കാകെ കളം നിറഞ്ഞ് കളിക്കാൻ സാധിച്ചത്. ഒടുവിൽ ആ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. പ്രീ ക്വാർട്ടർ മത്സരത്തിന്റെ തുടക്കം മുതൽ സ്പെയിനായിരുന്നു മൈതാനം ഭരിച്ചത്. മത്സരം തുടങ്ങി 8 മിനിറ്റിനുള്ളിൽ തന്നെ സ്പാനിഷ് താരം മൈക്കൽ ഒയർസബാലിന് ഒരു സുവർണാവസരം ലഭിച്ചു. ഡാനി ഓൾമോ നൽകിയ കൃത്യമായ പാസ്. പക്ഷേ ഓഫ് സൈഡാണെന്ന് സ്വയം കരുതി അശ്രദ്ധമായി അദ്ദേഹം ആ ഷോട്ട് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. കളി തുടക്കത്തിലെ വരുതിയിലാക്കാവുന്ന നിമിഷമായിരുന്നു അത്. 16-ാം മിനിറ്റിൽ തന്നെ പോർച്ചുഗീസ് കോട്ട തകരുമെന്ന് തോന്നിച്ചു. വലതുവശത്തു നിന്നും ലാമിൻ യമാൽ തൊടുത്ത ആ വെടിയുണ്ട പോലുള്ള ഷോട്ട് ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റ അതിസാഹസികമായി തടഞ്ഞിട്ടു. തൊട്ടടുത്ത നിമിഷം അലക്സ് ബെയ്നയുടെ റീബൗണ്ട് ഷോട്ട് പോസ്റ്റിന് തൊട്ടുരുമി കടന്നുപോയപ്പോൾ പോർച്ചുഗീസ് ആരാധകരുടെ നെഞ്ചിരിപ്പ് നിലച്ചു പോയിട്ടുണ്ടാകണം. ആദ്യ പകുതിയിൽ നമ്മുടെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കാര്യമായ പന്തുകൾ ലഭിച്ചില്ല. എങ്കിലും ബോക്സിനുള്ളിൽ റോഡ്രി തന്നെ വിളിച്ചിട്ട ശേഷം എഴുന്നേറ്റ് നിന്ന് ഒരു ഇറുകിയ ആംഗിളിൽ നിന്നും റൊണാൾഡോ തൊടുത്ത ആ ഷോട്ട് സ്പാനിഷ് ഗോളി ഉനായ് സൈമൺ തടയുമ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചു CR7 ഉണർന്നു കഴിഞ്ഞുവെന്ന്. ഇടവേളയ്ക്ക് 4 മിനിറ്റ് മുമ്പ് സ്പെയിൻ ശരിക്കും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഉറങ്ങിപ്പോയ സ്പാനിഷ് പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി ന്യൂനോ മെൻഡസ് തൊടുത്ത സ്ട്രൈക്ക് പെഡ്രോ പെറോയുടെ തലയിൽ തട്ടി ബാറിലിടിച്ച് പുറത്തേക്ക് പോയി. രണ്ടാം പകുതിയിൽ കളി കൂടുതൽ ചൂടുപിടിച്ചു. പോർച്ചുഗൽ വരുത്തിയ ഒരു പിഴവിൽ നിന്നും ഡാനി ഓൾമോ നൽകിയ പാസിലൂടെ പെഡ്രി ഗോളിനായി ശ്രമിച്ചെങ്കിലും റെൻഡോ വീഗ അത് ബാറിന് മുകളിലൂടെ തട്ടിയകറ്റി വീണ്ടും പോർച്ചുഗലിൻ്റെ രക്ഷകനായി. യമാലിൻ്റെ ഫ്രീക്കിക്കും കോസ്റ്റ പറന്നുയർന്ന് തട്ടിയകറ്റി. പോർച്ചുഗീസ് പ്രതിരോധം സ്പെയിൻ്റെ ആക്രമണങ്ങളെ പരമാവധി പ്രതിരോധിച്ചു നിന്നു. മറുഭാഗത്ത് സ്പാനിഷ് ആധിപത്യത്തിനിടയിലും പോർച്ചുഗൽ ഒരു ആവേശകരമായ തിരിച്ചടിക്ക് ശ്രമിച്ചു. സെർജിയോ കോൺസിക്കാവോയുടെ മനോഹരമായ വലതു വിങ് ക്രോസിൽ തലവെച്ച ബെർണാർഡോ സിൽവയുടെ ഹെഡർ നിർഭാഗ്യം കൊണ്ട് മാത്രം ബാറിന് മുകളിലൂടെ നേരിയ വ്യത്യാസത്തിൽ പറന്നുപോയി. രണ്ടാം പകുതിയിൽ കാണിച്ച അലസതയ്ക്ക് പോർച്ചുഗൽ വലിയ വില കൊടുക്കേണ്ടി വരികയായിരുന്നു. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ ആ ദുരന്ത നിമിഷം എത്തിച്ചേർന്നു. സ്പെയിൻ്റെ ബെഞ്ചിൽ നിന്നും ഇറങ്ങിയ ആഴ്സണൽ താരം മൈക്കൽ മെറീനോ ഒരു ഫ്രീ കിക്കിൽ നിന്നും തൊടുത്ത ആ സമ്മർദ്ദമായ ഗോൾ ഡിയാഗോ കോസ്റ്റയും മറികടന്ന് പോർച്ചുഗലിൻ്റെ വലത്തുളച്ചു കയറി. ആ ഒരൊറ്റ ഗോൾ കോടിക്കണക്കിന് ആരാധകരുടെ നെഞ്ചു തകർത്തു കളഞ്ഞു. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിൻ്റെ ലോകകപ്പ് സ്വപ്നങ്ങളെ കണ്ണീരിൽ മുക്കിക്കളഞ്ഞു. മത്സരം അവസാനിച്ചതിന് പിന്നാലെ മൈതാനത്തെ വികാരാതീതനായി പൊട്ടിക്കരഞ്ഞ റൊണാൾഡോയെ സ്പെയിൻ്റെ 18-കാരൻ കൗമാര താരം ലാമിൻ യമാൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചത് ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയായി മാറി. ഫുട്ബോളിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തിയ രാജാവും പുതിയ തലമുറയുടെ പ്രതീക്ഷയായ യമാലും തമ്മിലുള്ള ആലിംഗനം 2 തലമുറകൾ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിൻ്റെ പ്രതീകമായിരുന്നു. മത്സരശേഷം തൻ്റെ ഭാവിയെക്കുറിച്ച് റൊണാൾഡോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെയൊരു തോൽവിയിലൂടെ പുറത്തായത് വലിയ സങ്കടമാണ്. ഞാൻ എൻ്റെ പരമാവധി നൽകി. ഇതെൻ്റെ അവസാന ലോകകപ്പാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ഇപ്പോൾ വിരമിക്കൽ സംബന്ധിച്ച് ഒരു തീരുമാനവും ഞാൻ എടുക്കുന്നില്ല. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ച ശേഷം സാവധാനം തീരുമാനമെടുക്കും. പോർച്ചുഗലിന് ഒരു ടീം എന്ന നിലയിൽ ഇനിയും തിരുത്തലുകൾക്ക് അവസരമുണ്ട്. എന്നാൽ പ്രായം തളർത്തിയ CR7 ഇനി വിശ്വവേദിയിലേക്ക് ഒരു തിരിച്ചുവരവിന് സമയമില്ല. 2016 യൂറോ കപ്പും പിന്നീട് നേഷൻസ് ലീഗും സ്വന്തമാക്കിയ ആ പോരാളിക്ക് ലോകകപ്പ് ട്രോഫി മാത്രം എന്നും അപ്രാപ്യമായി തുടർന്നു. ഇനി ആ വിശ്വവേദിയിൽ CR7 എന്ന 7ാം നമ്പർകാരൻ ഉണ്ടാകില്ല. വിട പോരാട്ടങ്ങളുടെ രാജകുമാര, വിട. Waytonikah.com, the exclusive Muslim matrimonial site.